ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചെറിയൊരു റെസിൻ ആർട്ടാണ്. അപ്പോൾ ഒരു മിനിയേച്ചർ പോണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പോണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഒരു ചെറിയ ബോട്ടും കുറച്ച് ആമ്പലും ഇലയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു തടി ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഈ ഒരു വുഡൻ ട്രേ ആണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ചെയ്യാം എന്നാണ് ഞാൻ വാങ്ങിച്ചത്. ആക്ച്വലി ഞാൻ ഫ്ലാറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത്. ബട്ട് ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞ് റിസീവ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ബേസ് ആക്ച്വലി അത്ര ഫ്ലാറ്റ് അല്ല, കുറച്ചിങ്ങനെ ടിൽറ്റഡ് ആണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അതിലോട്ട് ഡാർക്ക് ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതിൻ്റെ ബേസിലോട്ട് തന്നെ ഫുൾ ഡാർക്ക് ഗ്രീൻ ആക്രിലിക് പെയിൻറ്റ് ഞാൻ അടിച്ച് കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ട് തന്നെ അടിച്ച് കൊടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നില്ല വെള്ളത്തിൽ. തിക്കായിട്ട് തന്നെ അടിച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു ചെറുതായിട്ടൊരു വേ ഞാൻ ഉണ്ടാക്കിയിട്ട് ലൈറ്റ് അല്ലെങ്കിൽ ഒരു നിയോൺ ഗ്രീൻ കളറിൽ ഞാൻ ഒരു സ്പഞ്ചിൽ ഇങ്ങനെ ബ്രഷും കൊണ്ട് ചെയ്തിട്ട് അതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ആ ഒരു ഷേപ്പിൽ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ആ ഒരു പോണ്ടിൻ്റെ ഇൻ ഡീപ്പ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇംപ്രഷൻ അതിൽ കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ നടുക്ക് ആ വേ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബോട്ട് പോകുന്ന ഒരു വേ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ടാണ് നടുക്ക് ഞാനൊരു വേ പോലെ ആക്കിയിട്ട് രണ്ട് സൈഡിലും ഞാൻ ഈ ഒരു ഇംപ്രഷൻ കൊടുക്കുന്നത്. പിന്നെ അത് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയി കിട്ടുമ്പോഴത്തേക്കിന് ഞാൻ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഇല്ലാത്ത സ്ഥലത്തൊക്കെ പറ്റാത്ത സ്ഥലത്തൊക്കെ ചെറുതായിട്ട് ഒരു ഇംപ്രഷൻ ഇങ്ങനെ കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് ബോട്ടാണ്. അപ്പം ഞാൻ ടെറാക്കോട്ട വെച്ചിട്ടാണ് ഞാൻ ഈ ബോട്ട് ഉണ്ടാക്കുന്നത്. ബോട്ടിൻ്റെ ബേസ് ആദ്യമേ ഒന്നുണ്ടാക്കി ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരു ടൂൾ വെച്ച് ഞാൻ വരകളിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ നടുക്കത്തെ ഭാഗം വെച്ചു, പിന്നെ ചുറ്റി ഞാൻ വെച്ചു. ഫുള്ള് ടെറാക്കോട്ടയിലാണ് ചെയ്തത് കേട്ടോ അത്. പിന്നെ എനിക്ക് ഇതൊന്ന് ഉണങ്ങി കിട്ടി, പെയിൻറ്റ് ചെയ്തത് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അതിലോട്ട് റെസിൻ, എപ്പോക്സി റെസിനാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് ഇതിന്. അപ്പോൾ എപ്പോക്സി റെസിൻ, എൻ്റെ എപ്പോക്സി റെസിൻ 2:1 റേഷ്യോ ആണ്. അതിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം ഞാൻ എടുക്കുന്നില്ല, ഒരു കുഞ്ഞൊരു ലെയർ എനിക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തു. ഒരു 100 ml മിക്സ് ചെയ്തെടുത്തു ഞാൻ. അപ്പം അത് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്തൊന്ന് ടിൽറ്റ് ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എനിക്ക് ബേസ് ഫ്ലാറ്റായിട്ടല്ല കിട്ടിയേക്കുന്നത്. ഈ ഒരു തടിക്ക് എനിക്ക് കുറച്ചൊന്ന് ടിൽറ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. സോ ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുകയാണ് എല്ലായിടത്തും റെസിനൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയി കിട്ടണമായിരുന്നു. സോ ഞാൻ ഹീറ്റ് ഗൺ കൊടുക്കുകയാണ്, ഒരു ഇംപ്രഷൻ അതിലോട്ട് ഒരു വേവ്സ് പോലെ ചെറിയൊരു ഒരു ഇംപ്രഷൻ വേവ്സ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 24 hours ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഈ ടെറക്കോട്ടയുടെ ബോട്ടിൽ വെച്ച് കൊടുക്കുന്നത്. ബോട്ട് ആക്ച്വലി ഞാൻ വെച്ചപ്പം കുറച്ച് റെസിൻ ഒഴിച്ചിട്ടാണ് ഞാൻ മുകളിൽ ബോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഒട്ടി നിൽക്കത്തില്ല. പിന്നെ എനിക്ക് ഡ്രൈ ആയി വന്നപ്പോഴത്തേക്കിന് ടെറക്കോട്ടയുടെ കളറെല്ലാം പോയി, ഫുള്ള് ലൈറ്റ് കളറായി. പിന്നെ ഞാൻ മറ്റേ ആമ്പലിൻ്റെ ഇലയുടെ ഒരു പെയിൻറ്റിങ് ആണ്. ജസ്റ്റ് മുകളിൽ റെസിൻ്റെ മേളിൽ റൗണ്ടായിട്ട് ചെറിയ ഒരു റൗണ്ട് പോലെ ഞാൻ ഗ്രീനിൽ പെയിൻറ്റ് ബ്രഷും കൊണ്ട് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഫെവിക്രിലിൻ്റെ മോൾഡിട്ടെടുത്താണ് ഞാൻ ബാക്കി ചെയ്യാൻ പോകുന്നത്. അതായത് പൂക്കളും ഇലകളും ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ അതിൻ്റെ ഹാർഡനറും റെസിനും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ചെറിയ ടൂൾസൊക്കെ ഉണ്ടായിരുന്നു. കാരണം ടിയാമ്മയുടെ മറ്റേ ക്ലേ ചെയ്യുന്ന ടൂൾസാണ് ഇതൊക്കെ, അല്ലാതെ ഇതിനു വേണ്ടി പ്രത്യേക ടൂൾസൊന്നും ഞാൻ വാങ്ങിച്ചില്ല. അങ്ങനെ ഞാൻ ആ റോളർ വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ആ ഷേപ്പ് കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ആക്ച്വലി ഒരു സ്റ്റീൽ പരന്ന പ്ലേറ്റിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. സോ എനിക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒന്ന് ഇളക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കംപ്ലീറ്റ് ഒട്ടിപ്പോവും. സോ ഞാൻ ഇതുപോലെ ചെറിയൊരു പീസ് പരത്തിയെടുത്തു. പിന്നെ ഇതുപോലെ ഒന്നീ പെന്നിൻ്റെ അടപ്പോ അല്ല എന്തെങ്കിലും റൗണ്ട് ഷേപ്പിൽ കിട്ടുന്ന പോലെ നിങ്ങൾ എന്തെങ്കിലും ഒന്നെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. കുഞ്ഞു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ഞാൻ ആക്ച്വലി പൂക്കൾക്കും ഇത് തന്നെ എടുക്കുന്നത്, ഇലകൾക്കും ഇത് തന്നെയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഞാൻ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ആ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്നും കൂടെ ഞാനൊന്ന് റോൾ ചെയ്തിട്ട് സ്റ്റാർ പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്നീ 5 ലീഫോ 4 ലീഫോ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഷേപ്പ് വരുന്നതെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് എടുക്കുമ്പോൾ 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ലീഫ് സ്റ്റാർ പോലെ 2 എണ്ണം കിട്ടണം. 2 പീസ് വേണം നമുക്ക്. 2 പീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പൂവ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സൈഡ്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡ്സൊക്കെ നമ്മളൊന്ന് ഷാർപ്പായിട്ട് ആകുന്ന പോലെ കൈ കൊണ്ട് തന്നെ ഉരുട്ടി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്യണം. അപ്പം എനിക്ക് കറക്റ്റ് സ്റ്റാർ ഷേപ്പിൽ കിട്ടി. പക്ഷേ ചിലതൊക്കെ എനിക്ക് 4 എണ്ണമൊക്കെ ആയിട്ടാണ് കിട്ടിയത്. അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ മോൾഡുണ്ട് എന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന മോൾഡൊക്കെ ഒരുപാടുണ്ടല്ലോ, അങ്ങനത്തെ സ്റ്റാറിനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പം 2 എണ്ണം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ എനിക്ക് ഒരു പൂ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ 2 എണ്ണം ഞാൻ കട്ട് ചെയ്ത്, ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ പൂക്കൾ. എനിക്കൊന്ന് യൂട്യൂബിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ പല പല ഐഡിയാസ് കിട്ടും. അപ്പം എനിക്ക് ഇതായിരുന്നു ഇഷ്ടപ്പെട്ടത്. അങ്ങനെ 2 പൂവും കൂടെ കട്ട് ചെയ്ത 2 സ്റ്റാറും കൂടെ ഞാൻ എടുത്ത് ലീവ്സ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന പോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊടുത്തിട്ട് ഇടയ്ക്ക് ഞാൻ ഒരു ഇംപ്രഷൻ കൊടുത്ത് പുഷ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ. അപ്പം മുകളിലോട്ട് ഇങ്ങനെ ഇച്ചിരി തള്ളി നിൽക്കുന്ന പോലെ, പൂക്കൾ പോലെ തള്ളി നിൽക്കുന്ന പോലെ ഞാൻ ആക്കുകയാണ്. എന്നിട്ട് നടുക്ക് ഞാൻ ചെറുതായിട്ട് ഒരു മോൾഡ് തന്നെ, ക്ലേ തന്നെ ഉരുട്ടി ഞാനൊരു പീസ് നടുക്കോട്ട് വെക്കുകയാണ്. അപ്പം അതാണ് ഈ കാണുന്നത്. പിന്നെ എല്ലാം ഒരുപോലെ ഇരിക്കരുതല്ലോ, അതുകൊണ്ട് ഞാൻ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നീക്കി ഒക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് തോന്നും. ഒരുപോലെ ഇരുന്നാലും ശരിയാകത്തില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇലയാണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒന്ന് പരത്തുക, എന്നിട്ട് തിരിച്ചിട്ടിട്ട് അതൊന്ന് ഇച്ചിരി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ആ ഒരു ഷേപ്പ് കിട്ടും. ആമ്പലിൻ്റെ ഇലയുടെ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതെല്ലാം ഉണക്കാൻ വെക്കുക. നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇലകൾക്കെല്ലാം ഗ്രീൻ അടിച്ച് കൊടുക്കുക. പിന്നെ ഇടയിലിടയിൽ ഡാർക്ക് ഗ്രീനും കൊണ്ട് ഒരു വര കൊടുക്കുക. പൂക്കൾക്കെല്ലാം ഇതുപോലെ പിങ്ക് കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ട് ആമ്പലിൻ്റെ കളറോ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ നടുക്കത്തെ ഭാഗം യെല്ലോ കളറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ UV റെസിനാണ് എടുക്കുന്നത്. UV റെസിൻ എടുത്തിട്ട് ഞാൻ അവിടെ ഇവിടെയും കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ പൂക്കളും ഇലകളും അവിടെ ഇവിടെയായിട്ട് തോന്നിക്കുന്ന പോലെ ഞാൻ വെക്കുവാണ്. ആക്ച്വലി എൻ്റെ ഈ ഒരു ട്രേ ഭയങ്കര വലുതല്ല, ചെറുതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി പൂക്കളും ഒത്തിരി ഇലകളുമായിട്ട് വെച്ച് നിറയ്ക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം വെക്കുന്നില്ല. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. പിന്നെ എനിക്ക് ഈ ബോട്ട് ഇനി പെയിൻറ്റ് ചെയ്യാനുണ്ട്. കാരണം ബോട്ട് ഞാൻ വിചാരിച്ചത് ഉണങ്ങി വരുമ്പോൾ ടെറക്കോട്ടയുടെ കളർ തന്നെ കാണുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ബട്ട് ആക്ച്വലി എനിക്ക് അങ്ങനെ കിട്ടിയില്ല. സോ ബോട്ട് ഇപ്പോൾ ആക്ച്വലി ഒട്ടിയിരിക്കുകയാണ്. സോ എനിക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് പെയിൻറ്റ്, ഒരു ബ്രൗണിഷ് പെയിൻറ്റ്, നമ്മുടെ തടിയുടെ കൂട്ടത്തെ ഒരു പെയിൻറ്റ് എനിക്ക് അടിച്ചെടുക്കണം. അപ്പോൾ അതാണ് ഇനി അടുത്തത്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇനിയും പൂക്കളും ഇലകളും വെക്കുന്നതാണ് ഇനിയും കാണാൻ പോകുന്നത്. അപ്പം ചിലതിൻ്റെയൊക്കെ അടിഭാഗം നമുക്ക് ഇങ്ങനെ ഷാർപ്പായിട്ട് കിട്ടാതെ ഇച്ചിരി ഫ്ലാറ്റാക്കാൻ നോക്കണം പൂക്കളുടെയൊക്കെ, എന്നാൽ മാത്രമേ ഒട്ടിക്കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് തള്ളി നിൽക്കും. സോ അത് മാക്സിമം പൂക്കൾ ഉണ്ടാക്കുമ്പം കുറച്ച് ഒട്ടി നിൽക്കുന്ന പോലത്തെ ഫ്ലാറ്റാക്കി ഉണ്ടാക്കുക. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് യൂസ് ചെയ്തപ്പം ഹാർഡ്നർ കുറച്ചേ എടുത്തുള്ളൂ, റെസിൻ കുറച്ച് കൂടുതലെടുത്തു. കാരണം എനിക്ക് ഷേപ്പ് വരുത്തണമായിരുന്നു. ഷേപ്പ് വരുത്തുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഡ്രൈ ആയി പോകുമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഹാർഡ്നറേ എടുത്തുള്ളൂ. സോ എനിക്ക് ടൈം എടുത്താലും കുഴപ്പമില്ലായിരുന്നു എന്ന് വെച്ചിട്ട് അങ്ങനെ പതുക്കെ ആയിരുന്നു എനിക്ക് ഡ്രൈ ആയി കിട്ടിയത്. പിന്നെ ഞാൻ പെയിൻ്റ് എടുത്തു. ഇപ്പം ഇങ്ങനെ വെച്ചു. ഇപ്പം എനിക്കിനി ലാസ്റ്റിൽ
ബോട്ടും കൂടെ പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പം അതാണ് ഞാൻ ഒത്തിരി പൂക്കൾ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, മൊത്തം പൂക്കളും കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന പോലെ. പക്ഷേ എനിക്ക് ആക്ച്വലി കുഞ്ഞൊരു പീസാണ് കേട്ടോ. ഈ തടിയുടെ പീസ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്, ഒത്തിരി വലുതല്ല. അപ്പം എനിക്ക് അതിനകത്ത് ഒത്തിരി അങ്ങിട്ട് നിറയ്ക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഇട്ടില്ല. ഓരോ സൈഡും ഞാൻ 3-4 പൂക്കൾ വെച്ചാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ലുക്ക്. ഉണങ്ങി വന്നപ്പോഴത്തേക്കിന് ഈ ഒരു ലുക്കാണ്. ഇലയും പൂക്കളൊക്കെ നല്ലപോലെ ഒട്ടി. ഞാൻ ജസ്റ്റ് ആ ബോട്ടുള്ള സൈഡിൽ കുറച്ച് റെസിനും കൂടെ ഒഴിച്ച് കൊടുത്തൊരു വെള്ളമയം തോന്നിക്കാൻ വേണ്ടി. കാരണം ബോട്ട് പോകുന്നതിൻ്റെ ചുറ്റി എപ്പോഴും ഒരു ഇച്ചിരി ഇങ്ങനെ വേവ്സ് പോലെ തോന്നിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒന്ന് തോന്നിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി, നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിപ്പിക്കാമല്ലോ ആർക്കെങ്കിലും. ആദ്യമായിട്ട് ഐഡിയ ഉണ്ടെങ്കിലേ ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞ പോലെ വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.